ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ലെറ്റ്സ് ഗോ ഹൈഡ്രോ എന്ന് പറയുന്ന ഒരു വാട്ടർ തീം പാർക്കിലേക്ക് പോവുകയാണ്. അവിടെ കൂട്ടുകാർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഞങ്ങൾ കാണുന്നത്. ആ എൻട്രൻസിലേക്ക് പോവുകയാണ്. എൻ്റെ 3 അന്നക്കുട്ടിയും സാറക്കുട്ടിയും അമ്മയമോളും ലെറ്റ്സ് ഗോ ഹൈഡ്രോയുടെ എൻട്രൻസിലേക്ക് കയറുകയാണ്. അവരുടെ ആഹ്ലാദം എൻട്രൻസ് കയറിയപ്പോൾ വലിയ ഒരു കിഴക്കാൻ തൂക്കായ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ ഹൈഡ്രോ റിസപ്ഷൻ. അവരുടേതായ ഭാഷ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് കിട്ടിയ ആ ബാൻഡ് അമ്മയുടെ ഡാഡി അവർ രണ്ടുപേരുടെയും കയ്യിലോട്ട് കൊടുക്കുന്നു. തുടർന്നാണ് നമ്മൾ പാർക്കിലേക്ക് പോകുന്നത്. അവിടെ ആദ്യം വലിയ സീനിയേഴ്സിനുള്ള ജെൻസിനുള്ള വലിയ പാർക്ക്, അതിനുശേഷം ആ പാർക്കിൽ തന്നെ കെട്ടിയുണ്ടാക്കിയതായ ഒരു വാട്ടർ ബലൂൺ പോലത്തെ സാധനം, അതിനുള്ളിലേക്ക് പല റൈഡുകളുണ്ട്. അതിനകത്ത് തന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സാറക്കുട്ടിയാണ് ആദ്യം ചാടിക്കയറിയത്. വെള്ളത്തിൽ എൻജോയ് ചെയ്യാണ്. 1 മുതൽ 8 വരെ വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന വലിയ ലേക്ക് പോലത്തെ ഒരു പ്രദേശമാണ്. സീനിയേഴ്സ് ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഐറ്റംസാണ് ഉള്ളത്. അവിടെ കയാക്കിങ്ങും ജമ്പിങ്ങും ഡൈവിങ്ങും ഒക്കെയുണ്ട്. പ്രത്യേകിച്ച് സ്വിംസ്യൂട്ട് ഇട്ടാണ് അതിലേക്ക് ഇറങ്ങാൻ പറ്റുക. നല്ല നീന്തറിയാവുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. ഇവിടെ കുട്ടികൾക്ക് അത്യാവശ്യത്തിന് വെള്ളത്തിൽ കളിക്കാനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ട്. 1 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ പ്രദേശത്തോട്ട് എൻട്രി. എന്ത് തന്നെയായിരുന്നാലും ഏകദേശം 1.5 മണിക്കൂറോളം അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഒരു പ്രത്യേക സമയം അവർ നമുക്ക് തരും. ഞങ്ങൾ പോയതൊരു 3 മണിക്കാണ്. അപ്പോൾ 2:30 അവിടെ നമ്മൾ പ്രസൻ്റ് ആയിരിക്കണം. 3 മണി മുതൽ 4 മണി വരെയായിരുന്നു നമ്മുടെ ടൈം. സാറക്കുട്ടിയും ശരിക്കും എൻജോയ് ചെയ്തു. വെള്ളമൊക്കെ തണുപ്പ് കഴിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാനായിട്ട് അവർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി മുതിർന്ന കുട്ടികൾ അവളെ തള്ളിയിട്ടു, ഒന്ന് കരയൊക്കെ ചെയ്തു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലായി. ചേച്ചിമാർക്ക് കൂടെ ഓടാൻ പറ്റത്തില്ലെങ്കിൽ അവൾ അവളുടേതായ കളികളൊക്കെ കണ്ടെത്തുകയാണ്. ഒന്ന് ക്ലൈമ്പിങ്ങും ഒക്കെ ശ്രമിച്ചു. അവൾ അവളുടേതായ രീതിയിൽ ശ്രമിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു റിവേഴ്സ് ഗിയറിൽ അവളുടെ കാൽപാദം അവിടെ പതിക്കത്തക്ക രീതിയിൽ നിന്ന് പോയി. അന്നക്കുട്ടിയും സാറക്കുട്ടിയും അമ്മയും അവസാനം റിസപ്ഷനിൽ വന്ന് അവർ റിസപ്ഷനിസ്റ്റിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആരാണ്, നിങ്ങളെങ്ങനെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, എത്ര വർഷമായി ജോലി ചെയ്യുന്നത്, മക്കളുണ്ടോ, അവരൊക്കെ എവിടെ പഠിക്കുന്നതെന്ന്. റിസപ്ഷനിസ്റ്റിൻ്റെ കിളി പോയി. സാറക്കുട്ടിയും കൊണ്ടുപോയി. സാറക്കുട്ടി ഇതിലൊന്നും താല്പര്യമില്ലെങ്കിൽ അവസാനം ഒരു ലാപ്പ് നടന്നേക്കാൻ വിചാരിച്ച് സാറക്കുട്ടിയും കൂട്ടി ഒരു നടക്കാണ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വലിയവർക്കുള്ള ഹൈഡ്രോ പാർക്ക്. അവസാനം ഞങ്ങൾ ലെറ്റ്സ് ഗോ ഹൈഡ്രോയുടെ വിട പറഞ്ഞ് അവസാനത്തെ സ്റ്റെപ്പും കയറി 4 മണിക്ക് ശേഷം ക്ഷീണിച്ച് വിശന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. താങ്ക് യു.